ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്യണം. ഈ രാഗത്തിന് തത്തുല്യമായിട്ടുള്ള നോട്ട്സ് വരുന്ന ഹിന്ദുസ്ഥാനി രാഗമാണ് രാഗ് കാഫി. രാഗ് കാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധാട്ടും കാഫി തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ധാട്ട്? കർണാടക സംഗീതത്തിൽ മദർ രാഗാസ് അല്ലെങ്കിൽ പാരൻറ്റ് രാഗാസ് എന്ന് പറയുന്ന 72 മേളകർത്താ രാഗങ്ങളാണുള്ളത് കർണാടക സംഗീതത്തിൽ. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ 10 ധാട്ടുകളാണ്. ഈ 10 ധാട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട ധാട്ടാണ് വെച്ചാൽ ഒരു പാരൻറ്റ് സ്കെയിലാണ് കാഫി. ഒരിക്കലും ധാട്ട് ഈസ് നോട്ട് രാഗ്. ഒരു ധാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിൽ മാത്രം. ഇപ്പോൾ സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ, ഇതാണ് കാഫി ധാട്ട്. അത് കാഫി രാഗ് ആവണമെങ്കിൽ അതിന് ഭാവം വരും. അതായത് ഓരോ രാഗത്തിനും ഇപ്പോൾ കാഫി ധാട്ടിൽ തന്നെ പിറന്ന കുറേ രാഗങ്ങളുണ്ട്. ആ രാഗങ്ങൾക്കൊക്കെ തനതായ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെങ്കിൽ നമുക്കൊരാളെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അയാൾക്ക് അയാളുടേതായിട്ടുള്ള എന്തോ ഒരു പ്രത്യേകത. ശബ്ദം കേട്ടാൽ നമുക്കറിയും. നമ്മൾ നമ്മുടെ ശബ്ദത്തേക്കാൾ തിരിച്ചറിയുന്ന ഒരു ശബ്ദമാണ് ഗാനഗന്ധർവൻ യേശുദാസിൻ്റേത്. അപ്പോൾ ഈ ഒരു വൈവിധ്യം, ഈ ഒരു യുണീക്ക്നെസ് അത് രാഗങ്ങൾക്കുണ്ട്. അപ്പോൾ രാഗ് കാഫി ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഗരേ സനിധ ധനി സനിധ പമഗരേ ഗരേ ഗരേ സനിധ. ഇതതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് ഡെപ്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു രാഗമാണ് രാഗ് കാഫി. രാഗ് കാഫി സത്യത്തിൽ ഹിന്ദുസ്ഥാനിയിൽ ഒരു നിശാരാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് രാത്രിയുടെ 2ാം യാമത്തിൽ പാടപ്പെടുന്ന, വായിക്കപ്പെടുന്ന, അനുഭവിക്കേണ്ട ഒരു ഫീലാണ് ഈ രാഗത്തിനുള്ളത്. അപ്പോൾ എന്താണ് ഈ രാത്രിയുടെ 2ാം യാമം? 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെ 3 മണിക്കൂർ വീതമുള്ള 8 യാമങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് പ്രഭാതമുണ്ട്, മധ്യാഹ്നമുണ്ട്, സായാഹ്നം, രാത്രി, അങ്ങനെയൊക്കെ. അതിൽ ഓരോന്നിലും ഇത്ര മണിക്കൂർ, 3 മണിക്കൂർ ഇടവിട്ടിട്ട്. ഇപ്പോൾ രാത്രി തുടങ്ങും നമുക്കറിയാം. രാത്രിൻ്റെ ആരംഭം അല്ലെങ്കിൽ തുടക്കം ഒരു 6 മണി മുതൽ, സന്ധ്യയാകുന്ന ആ സമയം മുതൽ 6 to 9 രാത്രിയുടെ 1ാം യാമം, 9 to 12 രാത്രിയുടെ 2ാം യാമം, 12 to 3 രാത്രിയുടെ ഒരു 3ാം യാമമായിട്ടോ, അതായത് തേർഡ് പ്രഹർ ഓഫ് ദ നൈറ്റ്. അപ്പോൾ ഇത് ഹിന്ദുസ്ഥാനിയിൽ പറയും രാത്രിക്ക് ദൂസറാ പ്രഹർ. രാത്രിയുടെ 2ാം യാമത്തിൽ പാടപ്പെടുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു രാഗമാണ് രാഗ് കാഫി. ഇതിൽ ഹിന്ദുസ്ഥാനിയിൽ ഒരു കുഞ്ഞു കോമ്പസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ കൃതി എന്ന് പറയും. ഹിന്ദുസ്ഥാനിയിൽ അതിന് ബന്ദിഷ് അഥവാ ചീസ് എന്നാണ് പറയുന്നത്. മീൻസ് എ കോമ്പസിഷൻ. അതിൽ തന്നെ ബഡാ ഖയാലെന്നും ചോട്ടാ ഖയാലെന്നും അങ്ങനെ കുറച്ച് ചേരുതിരിവുകൾ ഉണ്ട്. അതിലെ ഒരു ചോട്ടാ ഖയാൽ, അതായത് ചോട്ടാ ഖയാൽ, ബഡാ ഖയാൽ എന്നൊക്കെ പറയുമ്പോൾ 2 ബീറ്റുകൾ തമ്മിൽ കുറച്ച് അധികം വിസ്താരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ബഡാ ഖയാൽ, ബഡാ ഗ്യാപ്പാണ്. ദറ്റ് ഈസ് ബഡാ ഖയാൽ. ചോട്ടാ ഖയാൽ ടക് 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 ടക്, അത്രേ ഗ്യാപ്പുള്ളൂ. നേരെ മറിച്ച് ടക് 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 ടക്, അപ്പോൾ ഗ്യാപ്പ് കൂടി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ആ ഒരു അക്ഷരകാലം അല്ലെങ്കിൽ മാത്രകൾ തമ്മിലുള്ള അന്തരം കുറവാണെങ്കിൽ ദറ്റ് ഈസ് ചോട്ടാ ഖയാൽ. അപ്പോൾ അതിൽ ഉള്ള ഒരു ചോട്ടാ ഖയാൽ ഹിന്ദുസ്ഥാനിയിൽ ഹോരിയായിട്ട് ബന്ധപ്പെട്ട ഒരു രാഗം കൂടിയാണത്. ഹോരി, നമ്മൾ ഹോലി എന്ന് പറയും. ഹോരി അത് കൃഷ്ണ കൻഹയ്യ ഗോപസ്ത്രീകളെ അല്ലെങ്കിൽ ഗോപികമാരെ അവരെ പരിഭവിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു കളികൾ, കേളികൾ, അതൊക്കെ ഉള്ളത്. അജ് ഘേലോ ശ്യാം സംഗ് ഹോരി. ഈ ബന്ദിഷ് അഥവാ ചോട്ടാ ഖയാൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തീൻ താളിലാണ്. അപ്പോൾ ചോദിക്കും എന്താണ് തീൻ താൾ? കർണാടക സംഗീതത്തിൽ ആദിതാളം, രൂപകതാളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അറിയുന്നവർക്ക് അത് കാണിക്കാനും പാടാനും അതിൽ അനുഭവിപ്പിക്കാനും ഒക്കെ കഴിയും. 8 മാത്രകളുള്ള, സാധാരണ ഒരു കോമൺ ടൈമിങ്ങിലുള്ള 8 മാത്രകളുള്ള ഒരു കാര്യമാണ് ആദിതാളമെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി 16 മാത്രകളുള്ള കോമൺ ടൈമിംഗ് ആണ് ശരിക്കും തീൻ താൾ. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വേറൊരു അവസരത്തിൽ താളങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. തീൻ താളിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഹോരി ബന്ദിഷ് അല്ലെങ്കിൽ കാഫിയിലുള്ള ഒരു ബന്ദിഷ്. अज घेलो श्याम संग होरी, अज घेलो श्याम संग होरी, अज घेलो श्याम संग होरी, पिचकारी रंग भरी केसर की, पिचकारी रंग भरी केसर की, अज घेलो श्याम संग होरी, अज घेलो श्याम संग होरी, पिचकारी रंग भरी केसर की, अज घेलो श्याम संग होरी. कुंवर कन्हैया संग सखी राधा, 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 रंग भरी झोरी सोहतरी, आज घेलो श्याम संग होरी. कुंवर कन्हैया संग सखी राधा, रंग भरी झोरी सोहतरी, अज घेलो श्याम संग होरी, पिचकारी रंग भरी केसर की, आज घेलो श्याम संग होरी, आज घेलो श्याम, आज घेलो श्याम, आज घेलो श्याम संग होरी. धनी सनी द पम गरे, गरे गरे सनी धनी सा. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए. पहले जा फिर जाने जा, पहले जा फिर जाने जा, फिर जाने जाना हो गए. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए,
हस्ती का सामा हो गए, हस्ती का सामा हो गए। पिचकारी रंग भरी केसर की, अज घेलो श्याम संग गोरी, अज घेलो श्याम संग होरी। कुंवर कन्हैया संग सखी राधा, कुंवर कन्हैया संग सखी राधा, कुंवर कन्हैया संग सखी राधा, कुंवर कन्हैया संग सखी राधा। रंग भरी जोरी सोहतरी, अज घेलो श्याम संग गोरी, अज घेलो श्याम संग गोरी। पिचकारी रंग भरी केसर की, पिचकारी रंग भरी केसर की, अज घेलो श्याम संग गोरी, अज घेलो श्याम, अज घेलो श्याम, अज घेलो श्याम संग होरी. രാഗ കാഫിയിൽ അല്ലെങ്കിൽ ഖരഹരപ്രിയയിലുള്ള കൂടുതൽ ഈണങ്ങൾ വഴിയെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ഇവിടെ ഹാർമോണിയത്തിൻ്റെ ശ്രുതിയോടൊപ്പം പ്രകൃതിയുടെ ഒരു ശ്രുതിയും കൂടെ ഉണ്ട്. കാരണം തൃപ്പൂണിത്തുറയിലെ വെസ്റ്റ്ഫോർട്ട് ഗാർഡൻസിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിലാണ്, ഓപ്പൺ എയറിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോകുന്നതും പക്ഷികളുടെ കളകൂജനങ്ങളും ഒക്കെ ഇതിന് അകമ്പടിയാകുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണല്ലോ നമ്മളുടെ ഒരു ആസ്വാദനം അല്ലെങ്കിൽ വരുന്നത്. അങ്ങനെ തന്നെ അത് തുടരട്ടെ. ബൈ.